നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാക് അധീന കാശ്മീരിൽ കൂടെ റോഡ് നിർമ്മിക്കാം എന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്ന് ചൈനയോട് തുറന്നു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പ്രസംഗത്തിലാണ് ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത്. അടിസ്ഥാന സൗകര്യത്തിനും വ്യാപാരത്തിനും മറ്റു രാജ്യങ്ങളുടെ പ്രദേശം കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയത്. ചൈനയും പാകിസ്ഥാനും സഹകരിച്ചു പാക് അധീന കാശ്മീരിലൂടെ വൺ ബെൽറ്റ് റോഡ് നിർമ്മിക്കുന്നതിനിടെയാണ് മോദിയുടെ മുന്നറിയിപ്പ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്റെ സ്വപ്ന പദ്ധതിയായി കൊണ്ടു നടക്കുന്നതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. പാക് അധീന കാശ്മീരിലൂടെ ഈ പദ്ധതി കൊണ്ടുപോകാൻ ചൈന തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായത്. ഗൽവാൻ വാലിയിലെ സംഘർഷം അടക്കം സംഭവിച്ചത് ഇതിനെ തുടർന്നാണ്. ഇന്ത്യക്ക് പൂർണ്ണ നിർമ്മാണമുള്ള മലാക്ക കടലിടുക്കുകളിൽ കൂടിയാണ് നിലവിൽ ചൈനയുടെ എല്ലാ ആഗോള വ്യാപാരങ്ങളും നടക്കുന്നത്. എന്നാൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമായാൽ ഏതു നിമിഷവും ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന മലാക്ക കടലിടുക്കുകളിൽ കൂടെയുള്ള ചരക്ക് നീക്കം ഒഴിവാക്കാൻ ചൈനയ്ക്ക് കഴിയും. കൂടാതെ യൂറോപ്പ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ചരക്ക് നീക്കം ചിലവ് കുറഞ്ഞതുമാകും. എന്നാൽ ചൈനയുടെ ഈ പദ്ധതി കടന്നു പോകുന്നത് ഇന്ത്യയുടെ സ്വന്തമായതും പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതുമായ ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയിലുള്ളതുമായ മേഖലയിൽ കൂടിയാണ്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാണ് എന്നും ഇന്ത്യയുടേത് മാത്രമാണ് എന്നും സംശയത്തിന് ഇട നൽകാതെ ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ പൊതുവെ വിദേശകാര്യ മന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോ ആണ് നടത്താറ്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ സമാധാന ചർച്ചകൾ വീണ്ടും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പാക് അധിനിവേശ കാശ്മീരിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുന്നോട്ട് വന്നത്. ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാതയിലൂടെ പോകുമ്പോൾ തങ്ങളുടെ സ്ഥിരം പരിപാടിയായ ചതി നടപ്പിലാക്കാം എന്ന് വിചാരിച്ചാൽ അതിനു വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്ന് ചൈനയ്ക്ക് കടുത്ത ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രസ്താവനയുമായി വന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുകൂടാതെ ഭീകരവാദത്തോട് ഇരട്ടത്താപ്പ് പാടില്ല എന്നും ഭീകരർക്ക് സഹായം നൽകുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും മോദി ആവർത്തിച്ചു. നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കാതിരുന്നതിനാൽ എസ് ജയശങ്കറാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉച്ചകോടിയിൽ വായിച്ചത്. കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു ചെറിയ മീനല്ല എന്ന് ലോകത്തിനറിയാം. ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം ചൈനയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഇങ്ങോട്ടേക്ക് കയറി ചൊറിയാൻ നിൽക്കരുത്, പ്രത്യാഘാതം കടുപ്പമായിരിക്കുമെന്ന് കൃത്യമായ സൂചന തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ മോദി നൽകിയിരിക്കുന്നത്.